അമേരിക്കൻ ഐക്യനാടുകളിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരവും കാലിഫോർണിയ സംസ്ഥാനത്തെ ഏറ്റവും വലിയ നഗരവുമായ സിറ്റി ഓഫ് ഡ്രീംസ്, സിറ്റി ഓഫ് വേൾഡ് എൻ്റർടൈൻമെൻറ്റ്, സിറ്റി ഓഫ് ഏഞ്ചൽ എന്നിങ്ങനെ അറിയപ്പെടുന്ന ലോസ് ആഞ്ചലസ് ഇപ്പോൾ അറിയപ്പെടുന്നത് അവിടെ വ്യാപകമായ കാട്ടുതീയുടെ പേരിലാണ്. അമേരിക്കയിലെ ദക്ഷിണ കാലിഫോർണിയയിൽ ലോസ് ആഞ്ചലസ് കൗണ്ടിയുടെ പടിഞ്ഞാറൻ പ്രാന്തത്തിലെ പസഫിക് പാലിസഡ്സ് ഈസ്റ്റേൺ പ്രദേശങ്ങളിലായി സാന്റാ മോണിക്ക മലനിരകളിൽ ജാനുവരി 7 ചൊവ്വാഴ്ച പൊട്ടിപ്പുറപ്പെട്ട കാട്ടുതീ ഭീകരമായ തീച്ചുഴലിയായി കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുകയാണ്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഏകദേശം 20,000 ഏക്കറിലേക്ക് വ്യാപിച്ച തീ പസഫിക് പാലിസൈഡ്സ് മാലിബു പ്രദേശങ്ങളെ നിലംപരിശാക്കി. ഏകദേശം 24 പേർ വെന്തു മരിച്ചു. 15,000 കെട്ടിടങ്ങൾ നാമാവശേഷമാക്കി. 1.5 ലക്ഷത്തോളം പേർ ഭവനരഹിതരായി. തീ അണയ്ക്കാൻ വേണ്ടി ഫയർഫോഴ്സ് അശ്രാന്ത പരിശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഇനിയും കെട്ടടക്കാനാവാത്ത തീ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി മാറുകയാണ്. ഇതുവരെ $20,000 നഷ്ടമുണ്ടായി എന്നാണ് കണക്ക്. ഈ ആഴ്ച അതിശക്തമായ കാറ്റുണ്ടാകുമെന്ന മുന്നറിയിപ്പ് മൂലം ഇതുവരെ 1.8 ലക്ഷം പേരെയാണ് ഒഴിപ്പിച്ചത്. കമല ഹാരിസ്, സൂപ്പർ താരം അർണോൾഡ്, ഡിസ്നി സിഇഒ ബോബ് ഈഗർ, NBA താരം ലെബ്രോൺ ജെയിംസ് തുടങ്ങിയവരുടെ വീടുകളുള്ള ബ്രെന്റ്വുഡിലെ കുന്നുകളിലാണ് ഒഴിപ്പിക്കൽ തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ 10:30 കാട്ടുതീ വിവരം പുറത്തുവരുന്നത്. അപ്പോഴേക്കും സാന്റാ മോണിക്ക പർവ്വതനിരകളിലെ സാന്റാ ആന കാറ്റ് തീവ്രത പ്രാപിച്ച് തീ ആളിപ്പടർന്നു. അഗ്നിബാധയുടെ തുടക്കം എവിടെ, എങ്ങനെ എന്നതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ പലതും നടക്കുന്നുണ്ടെങ്കിലും ശരിയായ നിഗമനത്തിലെത്താനായിട്ടില്ല. ആഗോളതാപനം നിമിത്തം വരണ്ട പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന വർധനയും ഉഷ്ണകാലത്തിനുണ്ടാകുന്ന ദൈർഘ്യവും എവിടെയും എപ്പോഴും ദുരന്തം ക്ഷണിച്ചു വരുത്താമെന്നതാണ് നില. ഈ വിഷയത്തിൽ US പരിസ്ഥിതി സംരക്ഷണ ഏജൻസി കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇത് മുൻകൂട്ടി കണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഭരണകൂടം തുനിഞ്ഞിറങ്ങിയില്ല. എന്തുകൊണ്ടാണ് അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിന് കാട്ടുതീ നിയന്ത്രിക്കാൻ പറ്റാത്തത്? കാട്ടുതീ കാലാകാലമായി നടക്കുന്ന രാജ്യം. പൊതുവെ വേനൽക്കാലത്ത് കാട്ടുതീ ഉണ്ടാവുമെങ്കിലും വിന്റർ സീസണായ ജനുവരിയിൽ കാട്ടുതീ മുന്നറിയിപ്പ് ഉണ്ടാകാറില്ല. എന്നാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ കണക്ക് പ്രകാരം 2012 2023 ഇടയിൽ ജനുവരി മാസത്തിൽ കാട്ടുതീയുടെ മുന്നറിയിപ്പ് വെറും 2 തവണയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ 2025 ജനുവരിയിലെ ആദ്യത്തെ 2 ആഴ്ച മാത്രം 60ഓളം വൈൽഡ് ഫയർ വാർണിംഗ് ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പ്രധാന കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്ന് തന്നെ പറയാം. കഴിഞ്ഞ 5 മുതൽ 10 വർഷങ്ങളായി ഈ ഒരു പ്രദേശം വരൾച്ചയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ 2024 ഈ പ്രദേശത്ത് വലിയൊരു മഴ ലഭിക്കുകയാണ്. എൽ നിനോയുടെ ഭാഗമായാണ് മഴ ലഭിച്ചത് എന്ന് പറയപ്പെടുന്നു. ഈ മഴ അവിടുത്തെ സസ്യജാലങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി. എന്നാൽ 2024 ഒക്ടോബർ മാസത്തിന് ശേഷം ഇവിടെ മഴ ലഭിക്കുന്നതേയില്ല. ഉയർന്ന താപനിലയ്ക്ക് ഇതൊരു പ്രധാന കാരണമായി. അതുകൊണ്ട് തന്നെ വളർന്നു വന്ന സസ്യജാലങ്ങൾ ഉണങ്ങുന്നതിന് കാരണമായി. ഈ സാഹചര്യത്തിലാണ് ലോസ് ആഞ്ചലസിൽ വൻ തീപിടുത്തം ഉണ്ടാകുന്നതിനും അത് വ്യാപിക്കുന്നതിനും കാരണമുണ്ടായത്. രണ്ടാമത്തെ കാരണമായി പറയപ്പെടുന്നത് ഈ പ്രദേശത്ത് വ്യാപിച്ച കാറ്റാണ്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന സാന്റാ ആന അഥവാ ഡെവിൾ വിൻഡ് എന്നറിയപ്പെടുന്ന കാറ്റ്. സാന്റാ ആന കാറ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവ വരണ്ട കാറ്റാണ്. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും താഴേക്ക് വീശുന്ന കാറ്റായതുകൊണ്ട് തന്നെ ഇവ വരണ്ടത് മാത്രമല്ല ശക്തിയുള്ളവയുമാണ്. 60 മുതൽ 100 മൈൽ വരെയാണ് ഇവയുടെ ശക്തി. തീപിടുത്തം വ്യാപിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയപ്പെടുന്നത് ഈ സ്ഥലത്തിൻ്റെ ജോഗ്രഫി തന്നെയാണ്. വ്യാപനം നടക്കുന്ന പ്രദേശങ്ങൾ മുഴുവനും ഉയർന്ന പ്രദേശങ്ങളാണ്. ഇവിടെയാണ് സിറ്റികൾ പണി കഴിപ്പിച്ചിട്ടുള്ളത്. പരന്നു കിടക്കുന്ന പ്രദേശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉയർന്ന പ്രദേശങ്ങളിലാണ് തീപിടുത്തത്തിന്റെ വ്യാപനത്തിന് സാധ്യത കൂടുതൽ. ഈ കാരണങ്ങളാണ് ഈ പ്രദേശത്തെ വൻ വ്യാപനത്തിന്റെ മുഖ്യ കാരണം.